വൻ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു കാൽ അദ്ദേഹം പറഞ്ഞു, ലഖദ് റഅയ്തുനി ഞാൻ കാണുമായിരുന്നു, അന്നി ലോ അഖിർ ഞാൻ ബോധം വിട്ടു വീഴുന്നത്. ആയിഷ ബീവിന്റെ വീടും ശ്വാസങ്ങളും മിമ്പറും, അതായത് റൗദത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, ചെറിയ ഭാഗം, അവിടെയായിരുന്നു അഹ്ലു സുബൈൽപ്പെട്ട ആളുകളൊക്കെ പഠിക്കാനൊക്കെ നിന്നിരുന്നു. ആ സ്ഥലത്ത് വെച്ചിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ ബോധം കെട്ട് വീകുമായിരുന്നു. മാഷിയൻ അലൈഹി, ഞാൻ അവിടെ ഇങ്ങനെ ബോധരഹിതനായി വീകുമായിരുന്നു. ഫയൻജി ഉൽ ജാഇ, അങ്ങനെ ആൾക്കാർ കടന്നു പോകുന്ന ആൾക്കാർ ഇങ്ങനെ കടന്നു പോകും. ഫയലൗ റിജ്ലഹു അലാ ഉനുഖി, എന്റെ കഴുത്തിന് ഇങ്ങനെ ചവിട്ടി നോക്കും. നമ്മൾ ബോധം കെട്ട് പോകുമ്പോൾ ഇയാളെന്താ ഭ്രാന്തനാന്ന് വിചാരിച്ചിട്ടേ കഴുത്തിൽ ഇങ്ങനെ ചവിട്ടി നോക്കും. വയറ അന്നി മജ്നൂൻ, അവരെന്നെ ഭ്രാന്തനാന്നാ വിചാരിച്ചിരുന്നത്. വമാബി മിൻ ജുനൂൻ, എനിക്ക് ഭ്രാന്തൊന്നുമില്ല. വമാബി ഇല്ലാ ജോ, വിശപ്പോണ്ട് മാത്രമാണ് ഞാൻ ബോധം കെട്ട് വീണത്. ഇതൊക്കെ ഈ ഇൽമിനെ ഖിദ്മത്ത് ചെയ്ത, ഇത്രയും ഹദീസുകളൊക്കെ നമ്മളിലേക്ക് എത്തിച്ചു തന്ന ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്ത ഖിദ്മത്താണിത്. അവർ സഹിക്കേണ്ടി വന്ന കാര്യങ്ങളാണ്. നമ്മളൊക്കെ എന്ത് സഹിക്കണത്? ഒന്നും സഹിക്കണില്ല, വെറുതെ വാദങ്ങൾ പറയാന്ന് മാത്രം.